എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പിറന്നാൾ ആഘോഷത്തിന് പോയിരുന്നു. എന്നെക്കാട്ടും വളരെ വയസ്സ് കുറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകനായ നല്ലൊരു വ്യക്തി, 50 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം അവരുടെ സുവർണ ജൂബിലി ആഘോഷം. അത് അവൻ്റെ സുഹൃത്തുക്കളൊക്കെ അതൊരു ആഘോഷമാക്കി മാറ്റാൻ തീരുമാനിച്ചു. അവൻ്റെ വക ഒരു പണ്ട് നാട്ടിലൊക്കെ ഉള്ള പോലെ പിറന്നാൾ സദ്യയല്ല, ഒരു ബിരിയാണി സൽക്കാരമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും രണ്ടുപേരും രാവിലെ തന്നെ പോയിരുന്നു. അവരുടെ ഡെക്കറേഷനും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഒക്കെ ഞങ്ങളും കൂടി അവർ ചെയ്യാനൊക്കെ. അവൻ നമുക്കൊരു പാർട്ടി തരാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളതിനെ ഒന്നും കൂടി സൂപ്പറാക്കി മാറ്റി. എന്നിട്ട് അവരെ കൂടെ ചേർന്നിട്ട് നമുക്കിങ്ങോട്ട് പാർട്ടി തരുമ്പം അതിന് പകരമായിട്ട് കുറച്ച് സമ്മാനങ്ങളും ഒക്കെ തന്നു. അപ്പോൾ അതോടൊപ്പം ആ പാർട്ടിയുടെ കോർഡിനേറ്ററായിട്ട്, അല്ലെങ്കിൽ അതൊരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആ വ്യക്തിയുടെ വ്യക്തി വൈഭവത്തെക്കുറിച്ച്, സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് എല്ലാം സംസാരിച്ചു. നല്ലൊരു വ്യക്തി, ആരുടെയും സുഖമായാലും ദുഃഖമായാലും ഏത് കാര്യത്തിലായാലും ഓടിയെത്തുന്ന ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. ഇപ്പോൾ അവൻ 50 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജാടകളൊന്നുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുകയും, എന്നാൽ ഒരിക്കലും അതിനൊന്നും ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യാത്ത ഒരു നല്ലൊരു മനുഷ്യൻ. ഒരുപക്ഷെ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഞാനവിടെ മനസ്സിലാക്കിയത്, പലരും വന്നിട്ട് കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വകയായിട്ട്, ഞങ്ങളൊരു സംഗീത ഗ്രൂപ്പാണ്, അത് ആ വ്യക്തിയാണ് തുടങ്ങി വെച്ചത്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. കാരണം വീട്ടിൻ്റെ ഉള്ളിൽ തടവറയിൽ 4 ചുമരിൻ്റെ തടവറയിലുള്ള സ്ത്രീകളൊക്കെ, ഒരു പ്രായം കഴിഞ്ഞവർ, അതുപോലെ സ്റ്റേജിലൊന്നും പ്രോഗ്രാം ചെയ്യാൻ മാത്രം ഒരു തൻ്റെ ഇടമില്ലാത്ത അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ആ ഗ്രൂപ്പിൽ പാടാൻ തുടങ്ങി, പാട്ടുകൾ പാടിയിടാൻ തുടങ്ങി. പിന്നെ മെല്ലെ 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 അവരിൽ ഓരോരുത്തരും സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനും, അതിൻ്റെ വാർഷികം തുടങ്ങിയ പല കാര്യങ്ങൾക്കും, പിന്നെ വിഷു ആഘോഷം, ഓണം ആഘോഷം, അങ്ങനെ എല്ലാ ആഘോഷങ്ങളാക്കി മാറ്റാനും. അപ്പോൾ അതിലൊക്കെ അവരുടെ വക പാട്ടുകളൊക്കെ വരാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ആ പാട്ടിൻ്റെ താളവും രാഗവും താളവും ഒക്കെ പഠിച്ചിട്ട് അവർ കരോക്കെ വെച്ചൊക്കെ പാടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അതിമനോഹരമായിട്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് വീട്ടിനുള്ളിൽ തിളയ്ക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ സ്വയം തിളച്ച പല വീട്ടമ്മമാരും, അത് 60 വയസ്സുള്ളവരുണ്ട്, 65 വയസ്സുള്ളവരുണ്ട്, അതിലും കൂടുതൽ വയസ്സുള്ളവരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, അവരുടെ കൊച്ചുമക്കളുണ്ട്. അവരെല്ലാം പാട്ടുകളൊക്കെ പാടാനും വളരെ ഗംഭീരമായിട്ട് സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കാനൊക്കെ തുടങ്ങി. അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഉള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതം തന്നെയായിരുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര മാറ്റം അവർക്കുണ്ടായി. ആ വ്യക്തി പാടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിൽ ഒരു പ്രമുഖ സ്ഥാനം വഹിച്ച് അങ്ങനെ നിൽക്കുകയൊന്നും ചെയ്യാറില്ല. അതൊന്നും ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു. സാമൂഹ്യ പ്രവർത്തനമുണ്ട്. ആർക്കെന്ത് പ്രശ്നം വന്നാലും അവരവിടെ ഓടിയെത്തുകയും വേണ്ട സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. ഈ രക്തം കൊടുക്കണമെങ്കിൽ രക്തം കൊടുക്കും, ഇല്ലെങ്കിൽ രക്തം ഉള്ള ആളുകളെ സംഘടിപ്പിച്ച് രക്തം കൊടുപ്പിക്കാനുള്ളൊരു പ്ലാൻ ചെയ്യും. അതുപോലെ ആർക്കെങ്കിലും അസുഖമൊക്കെ ആണെങ്കിൽ രാത്രി മുഴുവൻ അവിടെ കാവിലിരിക്കണമെങ്കിലും ഈ വ്യക്തി തയ്യാറാണ്.
അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ പൊതുവേ അവൻ്റെ അനുഭവം അങ്ങനെയാണ്, ആരും അവനങ്ങനെ അഭിനന്ദിക്കാനും നിൽക്കാറില്ല പൊതുവേ. പക്ഷേ നമ്മളിപ്പം ആളുകളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ആ ഒരു ജന്മദിനം ഒരു സംഭവമാക്കി മാറ്റിയപ്പോൾ സത്യം പറഞ്ഞാൽ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞങ്ങൾക്ക് ആർക്കും അവനെ ആ കരച്ചിൽ നിർത്തിക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ആശ്വസിപ്പിച്ചു, ഒരുവിധം പണിപ്പെട്ട് അവനെ ആശ്വസിപ്പിച്ച് അവൻ്റെ കരച്ചിലൊക്കെ നിർത്തി. അതിനുശേഷം അവൻ നമ്മളൊരു കഥ പറഞ്ഞു. അവൻ്റെ അച്ഛൻ നല്ലൊരു സംഗീത ആസ്വാദകനായിരുന്നു. അങ്ങനെ സംഗീതമൊക്കെ ആസ്വദിക്കും. അതോടൊപ്പം അവൻ്റെ അമ്മ നന്നായിട്ട് പാടും. പലപ്പോഴും അവൻ്റെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെയുള്ള പല പൊതുവേദികളും പാടാനൊക്കെ. പക്ഷെ ഒരിക്കലും പാടാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെയുള്ള പൊതുവേദികൾ അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അതിലൊരു ദുഃഖം ഉണ്ട്. ആ ഒരു ദുഃഖത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഇന്ന് നാം കാണുന്ന അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഗീത ഗ്രൂപ്പ്. ഈ സംഗീത ഗ്രൂപ്പിനോട് ചേർന്നിട്ട് തന്നെ ആതുര സേവയുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കോവിഡ് ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പം ഇവിടെ ഇന്ന് പൈസയും അതുപോലെ സാധനങ്ങളും വസ്ത്രങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ തിരിച്ച് എടുത്ത് നാട്ടിലേക്ക് അയക്കുന്നതൊക്കെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു നമ്മുടെ ഈ സ്വന്തം ഗ്രൂപ്പ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടൊരു 24 മണിക്കൂറും സേവന സന്നദ്ധത നടക്കുന്ന അദ്ദേഹത്തിനെ പലരും തെറ്റിദ്ധരിക്കുകയും പല വിധത്തിലൊക്കെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവർക്കൊരു മനസ്സ് പ്രയാസം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. അപ്പം അവർക്കത് ഉൾക്കൊള്ളാനൊക്കെ ഒത്തിരി പ്രയാസമായിരുന്നു. പക്ഷേ മെല്ലെ മെല്ലെ കേട്ടും പറഞ്ഞും അവരതൊരു പതിവായി മാറി. പക്ഷേ ഈ വ്യക്തി അവരുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിയില്ല. ഇന്ന് പൂനെയിൽ അറിയപ്പെടുന്ന വലിയൊരു വ്യക്തിയായിട്ട്, ഒരു സാമൂഹിക പ്രവർത്തകനായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. ഒരുപാട് അവാർഡുകൾ ഒക്കെ അവർ തേടിയെത്തി, ഒരുപാട് ആദരവുകൾ തേടിയെത്തി. അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ വ്യക്തിയുടെ പിറന്നാളായിരുന്നു 50ാം പിറന്നാൾ, ഹാഫ് സെഞ്ച്വറി. അപ്പോൾ പലരുടെയും പിറന്നാളൊക്കെ അവിടെ ഗ്രൂപ്പിൽ ആഘോഷിക്കുകയാണെങ്കിലും ഇവരുടെ പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മറ്റുള്ളവരൊക്കെ ചേർന്ന് വലിയൊരു വേദി ഒരുക്കി അവിടെ പിറന്നാൾ ആഘോഷിക്കുകയും നല്ല വാക്കുകളുണ്ട് അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷം പുറത്തു വന്നു. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു പിറന്നാളാഘോഷം ഉണ്ടായിട്ടില്ല എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അത് നമ്മൾ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായൊരു സംതൃപ്തി വരുന്നില്ല. പക്ഷെ നമ്മൾ ഏതോരോ കാര്യങ്ങൾ എടുത്തു പറയുകയും അത് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെയും കടമയാണ്. ഏതൊരു വ്യക്തി അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിലൊരു ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു കാണിക്കുകയും അവരെ ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുകയും നമ്മൾ വേണം. ആ സത്പ്രവൃത്തികൾ 4 പേർ അറിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഇത്തരമൊരു കാര്യം, ഒരു പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പരസ്യപ്പെടുത്തലിലൂടെ ഒട്ടനവധി ആളുകൾ ഇതുപോലെ മുന്നോട്ട് വരികയും നമുക്ക് സമൂഹത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. പക്ഷെ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രവർത്തനം ഉണ്ടാവണം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതൊരു വ്യക്തിയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്ന് കാണിക്കണം, തുറന്ന് അഭിനന്ദിക്കണം. കാരണം അവർ അഭിനന്ദനം അർഹിക്കുന്നു. സ്വാർത്ഥ ലാഭേച്ഛ കൂടാതെ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ, നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ അംഗീകരിക്കണം. ആ അംഗീകാരം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട്
നാഴികക്കല്ലുകളായി മാറാം. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ സേവനം തുടരുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉത്തേജനം കൊടുക്കാൻ നമ്മളെ ഭാഗത്തുനിന്ന് നല്ല വാക്കുകൾ പറയുന്നത് ആവശ്യമാണ്. ആ ഒരു ഇത് നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടോ, ഒരുപാട് അവാർഡുകളും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. ഈ അവാർഡുകളൊക്കെ സത്യം പറഞ്ഞാൽ ആദരവുകളൊക്കെ ഒരു ഉത്തേജനം തന്നെയാണ്, ഒരു പ്രചോദനമാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്ത് ഇരിക്കാൻ ഓരോ പ്രവൃത്തികളും. അപ്പം നമ്മൾ തീർച്ചയായും അതിനെ ആ രീതിയിൽ തന്നെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അഭിനന്ദനങ്ങൾ ഒരിക്കലും നമുക്ക് ഒരു നഷ്ടമായി മാറുന്നില്ല. അത് ആ വ്യക്തിയെ സമൂഹത്തിന് വേണ്ട ഒരാളാക്കി മാറ്റുന്നതിൽ ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞ് ചെയ്യണം. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹ ജീവിയായ അല്ലെങ്കിൽ സോഷ്യൽ ആനിമലായ നമ്മുടെ ഒരു കടമ കൂടിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും നന്മ വരട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിഷയമായിട്ട് നാളെ നമുക്ക് കാണാം, അടുത്ത ദിവസം തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് സുരേഷ് പുനൂർ, പുനെ.